Hello guys, welcome to my YouTube channel. So ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ബൈബാക്ക് ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ്. സോ ഫസ്റ്റ് തന്നെ ബൈബാക്കിന് മുൻപ് നമ്മളിപ്പോൾ ബോണസ് ഷെയറും റൈറ്റ് ഇഷ്യൂ എന്താണെന്നുള്ളത് പഠിച്ചു. ഇനി അടുത്തത് ബൈബാക്ക് എന്താണെന്നുള്ളത് നമുക്ക് എന്താ മീൻ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ ഞാൻ കമ്പനിയിൽ നിന്ന് ഒരു 1,50,000 ഷെയർസ് ഇഷ്യൂ ചെയ്തു. അപ്പോൾ ഓരോ ഇക്വിറ്റി ഷെയർസും മീൻ ചെയ്യുന്നത് എന്താണ്, റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, ആ കമ്പനിയിൽ അതിനുള്ള ഓണർഷിപ്പാണ്. അപ്പോൾ ഓരോ ഷെയർ ഹോൾഡേഴ്സിനും ഇപ്പോൾ 1,50,000 ഷെയർസ് ഓരോ ആൾക്കാരും വെച്ചിട്ട് എന്താണ് ഷെയർ ഇഷ്യൂ ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ അത്രയും ഓണർഷിപ്പ് എന്താണ് ആ കമ്പനിക്ക് ഉണ്ട്. നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 1,50,000 ഓണേഴ്സ് ആ കമ്പനിക്ക് വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഓണർഷിപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഷെയർസ് ബൈബാക്ക് ചെയ്യും. ബൈബാക്ക് എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ മാർക്കറ്റിന് ഇപ്പോൾ അതിൻ്റെ വില ഇപ്പോൾ നമ്മളിപ്പോൾ 10 രൂപയ്ക്കാണ് നമ്മൾ ഇഷ്യൂ ചെയ്തതെന്ന് വിചാരിക്കാം. ബൈബാക്ക് ചെയ്യുന്ന പ്രൈസ് എപ്പോഴും അതിനേലും കൂടുതലായിരിക്കും. നമ്മൾ എത്രയാണോ ഇഷ്യൂ ചെയ്തത് അതിനേലും കൂടുതലായിരിക്കും ബൈബാക്ക് ചെയ്യുന്നത്. അപ്പോൾ 20 രൂപയ്ക്ക് എനിക്ക് ആ ഷെയർസ് ഇങ്ങോട്ട് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് അവർ കൊടുക്കും. അപ്പോൾ ആ കമ്പനിയുടെ എന്താണ് ഓണേഴ്സ് കുറയും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഈ ബൈബാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത്രയും വെച്ചിട്ടാണ് ബൈബാക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ അവർ പറയുകയാണ് 20,000 ഷെയർസ് 1,50,000 20,000 ഷെയർസ് എനിക്ക് ബൈബാക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ 20,000 ഷെയർസ് ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് 20,000 ഷെയർസ് ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാങ്ഷൻ ബൈബാക്ക് ഇപ്പോൾ എന്താണ് ഇത്രയാണ് പെർമിസിബിൾ ആയിട്ടുള്ളൂ. 20,000 ഷെയർസ് എനിക്ക് വാങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 50,000 ഷെയർസ് ആയിരിക്കും പെർമിസിബിൾ ആയിട്ടുള്ളൂ ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ടെസ്റ്റ് ചെയ്യും. ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നതാണ് ഷെയർ ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റ്. ഷെയർ ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റിൽ നമ്മൾ എത്രയാണോ ഷെയർസ് അതിൻ്റെ 25% ആണ് നമുക്ക് ഷെയർസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബൈബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 3 ടെസ്റ്റും സാറ്റിസ്ഫൈ ചെയ്യണം. 3 ടെസ്റ്റും സാറ്റിസ്ഫൈ ചെയ്തെങ്കിലാണ് നമുക്ക് എത്ര ഷെയർസ് എന്നുള്ളത്. അപ്പോൾ ഇതിനിപ്പോൾ 25% ഷെയർസ് 25% ചെയ്യുന്ന സമയത്ത് ഒരു ഷെയർസിൻ്റെ എണ്ണം കിട്ടും. ആ ഷെയർസ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, അടുത്ത ടെസ്റ്റും കൂടെ നോക്കണം. ഏതാ? റിസോഴ്സ് ടെസ്റ്റിൽ പെയ്ഡപ്പ് ക്യാപിറ്റൽ എത്രയാണോ, പെയ്ഡപ്പ് ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സ് എത്രയാണോ, ഫ്രീ റിസർവ്സ് ഡിവൈഡഡ് ബൈ ബൈബാക്ക് പ്രൈസ്, അതിൻ്റെ 25% ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഷെയർസ്. ഇനി അടുത്തൊരു ടെസ്റ്റും കൂടെ ഉണ്ട്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ്. ഈ 3 ടെസ്റ്റും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏറ്റവും ലീസ്റ്റ് നമ്പർ ഓഫ് ഷെയർസ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബൈബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 24,000 കിട്ടി, ഇവിടെ എനിക്കൊരു 22,000 കിട്ടി, ഇവിടെ എനിക്കൊരു 80,000 ഷെയർസ് കിട്ടി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 24,000 എനിക്ക് 20,000 ആണ് ബൈബാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 24,000 ഷെയർസ് ഷെയർ ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റിൽ കിട്ടി, 22,000 ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ കിട്ടി, റിസോഴ്സ് ടെസ്റ്റിൽ കിട്ടി. ഇവിടെ 80,000 കിട്ടുള്ളൂ. പക്ഷേ 24,000 എനിക്ക് ബൈബാക്ക് ചെയ്യുമ്പോൾ 20,000 ബൈബാക്ക് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ല. കാരണം എന്താണ്, 3 ടെസ്റ്റും സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലീസ്റ്റ് നമ്പർ 80,000 ആണ് എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബൈബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 80,000 ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് ഷെയർ ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്തു, റിസോഴ്സ് ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്തു, അതുപോലെ തന്നെ എന്താണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റും സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ ഈ 3 ടെസ്റ്റും സാറ്റിസ്ഫൈ ചെയ്യുക ആണ് ബൈബാക്ക് എത്ര ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇനി ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ ഫ്രീ റിസർവ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഏതാണെന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇതൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാകാൻ പാകത്തിന് ഒരു എക്സാമ്പിൾ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുൻപ് എന്താണ് ജേർണൽ എൻട്രീസ് എന്താണെന്നുള്ളത് നോക്കണ്ടേ. ഓക്കെ, ഫസ്റ്റ് തന്നെ ജേർണൽ എൻട്രീസ് നമ്മൾ ബൈബാക്ക് ചെയ്യണം. ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് വരും, സാധാരണ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു, ഷെയർ ക്യാപിറ്റൽ ക്രെഡിറ്റിൽ വരും. പക്ഷേ ഇവിടെ ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്യും, ഡെബിറ്റിൽ വരും, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി നമ്മൾ ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പ്രീമിയം ഉണ്ടാവും. അപ്പോൾ പ്രീമിയം ഒരിക്കലും ഷെയർ ക്യാപിറ്റൽ ടോട്ടൽ എമൗണ്ട് ഒരിക്കലും വരില്ല. ഷെയർ ക്യാപിറ്റൽ എത്രയേ വരുള്ളൂ, എത്രയാണോ അതിൻ്റെ ഫേസ് വാല്യൂ അതാണ് ഷെയർ ക്യാപിറ്റൽ വരുള്ളൂ. ഇനി പ്രീമിയം എത്രയാണ് അത് സെപ്പറേറ്റ്, പ്രീമിയം ഓൺ ബൈബാക്ക്. ഇനി അത് കഴിഞ്ഞിട്ട് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഇത് ഡ്യൂ ആക്കി വയ്ക്കും. ഡ്യൂ എൻട്രി ഇതാണ് ഡ്യൂ എൻട്രി ഫോർ ബൈബാക്കിന് വേണ്ടിയിട്ടുള്ള ഡ്യൂ എൻട്രി. ഇനി അത് കഴിഞ്ഞിട്ട് എമൗണ്ട് പോകുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ ക്യാഷ് പോകും, ആർക്ക് കിട്ടും, ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് പോകും, ടു ബാങ്ക് അക്കൗണ്ട്. ഇനി നമ്മൾ നോക്കാം, എപ്പോഴും ഇവിടെ ഷെയർ ക്യാപിറ്റൽ ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓൾറെഡി ഇപ്പോൾ ഒരു 1,50,000 ഷെയർസ് ഉണ്ടായിരുന്നതിൽ ഞാനൊരു 20,000 ഷെയർസ് ഞാൻ ബൈബാക്ക് ചെയ്തു. അപ്പോൾ അവിടെ എൻ്റെ ഇക്വിറ്റി എന്തായി മാറി, 1,30,000 ആയിട്ട് എൻ്റെ കുറഞ്ഞു. അപ്പോൾ ഇക്വിറ്റി കുറഞ്ഞ സമയത്ത്
ഞാൻ എന്ത് ചെയ്യും, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, ഫ്രീ റിസർവ്സിൽ നിന്ന് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ബാലൻസ് ചെയ്യും. എപ്പോഴൊക്കെ നമ്മുടെ ഇക്വിറ്റി കുറയും, ഇപ്പോൾ പ്രിഫറൻസ് ഷെയർസ് റിഡംഷൻ ചെയ്യുന്ന സമയത്തും ഇതുപോലെ എന്താണ് ക്യാപിറ്റൽ കുറയും ഇവിടെ. അപ്പോൾ ആ സമയത്തും ഇതുപോലെ തന്നെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ഞാൻ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ബാലൻസ് ചെയ്യും. അപ്പോൾ ഈ 1,50,000 ഉണ്ടായിരുന്നത് ഞാൻ കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റലിലേക്ക് എത്രയായിട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ഇപ്പോൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫ്രീ റിസർവ്സിൽ നിന്നുള്ള എമൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. ബൈബാക്കിൻ്റെ കേസിൽ സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറയുന്ന ഒരു ഫ്രീ റിസർവ്സ് ആണ്. ഫ്രീ റിസർവ്സും സെക്യൂരിറ്റീസ് പ്രീമിയം. ഫ്രീ റിസർവ്സ് ഏതൊക്കെയായിരുന്നു വരുന്നത്? ജനറൽ റിസർവ്, P&L അക്കൗണ്ട്, ഡിവിഡൻഡ് യൂട്ടിലൈസേഷൻ റിസർവ്, അതൊക്കെ ഫ്രീ റിസർവ്സ് ആണ്. അതെല്ലാം എന്തിലേക്കും അതിന് എല്ലാം എടുത്തിട്ട് എന്ത് ചെയ്യണം, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എത്ര എമൗണ്ട് ആണോ കുറഞ്ഞത് അത് മാത്രമാണ് എന്ത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുള്ളൂ. ഓക്കെ, അല്ലാണ്ട് ഈ മുഴുവൻ എമൗണ്ടും ട്രാൻസ്ഫർ ആവില്ല. ഈ 20,000 ആണ് ഷെയർസ് ഇപ്പോൾ ഇവിടെ കുറഞ്ഞു. അപ്പോൾ 20 ലാഖിൻ്റെ ഫേസ് വാല്യൂ വെച്ചിട്ട് ആ എമൗണ്ടാണ് ഇവിടെ ട്രാൻസ്ഫർ ആവുള്ളൂ. ഇനി നമുക്കതിൻ്റെ എന്താ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് തന്നെ Exco Limited buybacks its own 2 lakh equity shares of 10 each at a par. The company has sufficient profits otherwise available for dividend besides general reserve. No fresh issue of shares is made for this purpose. The shares are fully paid up. പിന്നെ ഒരു കാര്യം, ബൈബാക്ക് ചെയ്യുന്ന കേസിലാണെങ്കിലും ബോണസ് ഇഷ്യൂ ചെയ്യുന്ന കേസിലാണെങ്കിലും ഫുള്ളി പേഡപ്പ് ആവാത്ത ഷെയർസ് ഒരിക്കലും നമുക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഫുള്ളി പേഡപ്പ് ആവാത്ത ഷെയർസ് ആണെങ്കിൽ നമുക്കത് ബൈബാക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം എന്ത് ചെയ്യണം, നമ്മളത് ഫുള്ളി പേഡപ്പ് ആക്കിയിട്ട് ബൈബാക്ക് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ എന്താണ്, 2 lakh ഷെയർസ് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് 10 ഈച്ച്. 2 lakh ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് ചെയ്യാണ്. നമ്മുടെ അടുത്ത് ഇതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. 2 lakh ഇക്വിറ്റി ഷെയർസ് അങ്ങോട്ട് ബൈബാക്ക് ചെയ്യാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് പെർമിസിബിൾ ആണെന്നുള്ളതൊന്നും തന്നിട്ടില്ല. അപ്പോൾ അതിൽ ഷെയർസ് ബൈബാക്ക് എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും, പെർമിസിബിൾ ആയിരിക്കും. അപ്പോൾ 2 lakh ഷെയർസിൻ്റെ എന്ത് ചെയ്ത് എൻട്രി എഴുതിയാൽ മാത്രം മതി. ഇപ്പോൾ ഇവിടെ ഈസി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 lakh ഷെയർസ് ബൈബാക്ക് ചെയ്തു. അപ്പോൾ 2 lakh ഷെയർസിൻ്റെ 10 ഈച്ച് വെച്ചിട്ട് 20 lakh ടോട്ടൽ എമൗണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജേണൽ എൻട്രി ഇങ്ങനെ ഒരു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു 20 lakh. ഇനി ഇവിടെ എന്താണ്, പ്രീമിയം തന്നിട്ടില്ല. പ്രീമിയത്തിലൊന്നും തരാത്ത കേസിൽ നമുക്കവിടെ പ്രീമിയത്തിൻ്റെ കേസ് ചെയ്തേണ്ട കാര്യമില്ല. ഇനി ടു ബാങ്ക് അക്കൗണ്ട് 20 lakh. ഓക്കെ, ഓൾറെഡി അവിടെ ബൈബാക്ക് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ക്യാപിറ്റൽ എത്രയായിട്ട് കുറഞ്ഞു, 20 lakh ആയിട്ട് തന്നെ കുറഞ്ഞു. അപ്പോൾ ആ 20 lakh ഷെയർസ് അത്രയും തന്നെ എന്ത് ചെയ്തു, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ജനറൽ റിസർവിൽ നിന്ന് 20 lakh ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, നമുക്കത് ഇത് ചെറിയൊരു ക്വസ്റ്റ്യനാണ്, നമുക്കതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ്, ഷെയർസ് പാർട്ട്ലി പേഡപ്പ് ചെയ്ത കേസിലാണ് തന്നേക്കുന്നത്. ദ BCG Co Limited resolved a special resolution to buy back 2 lakh of its equity shares of the face value 10 each on its which 8 has been paid up. 8 ആണ് പേഡപ്പ് ആയിട്ടുള്ളത്, ബാക്കി എത്രയാണ്, 2 പേഡപ്പ് ആയിട്ടില്ല. The general reserve balance of the company stood at 50 lakh and no fresh issue of shares was made. ഇപ്പോൾ നമ്മൾ എന്താണ്, ഇപ്പോൾ ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ഫ്രീ റിസർവ്സിൽ നിന്ന് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഇതിൻ്റെ കേസിൽ എന്ത് ചെയ്യും, ഫ്രഷ് ഇഷ്യൂ മേഡപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഫ്രഷ് ഇഷ്യൂ ബാലൻസ് ഇപ്പോൾ ഒരു ഞാൻ പറഞ്ഞ പോലെ 1,50,000 ഞാൻ ഫ്രഷ് ഇഷ്യൂ ചെയ്തതൊരു 1,500 ഷെയർസ് ഞാൻ ഇഷ്യൂ ചെയ്തു, ഫ്രഷ് ഇഷ്യൂ. അത് 10 ഫേസ് വാല്യൂ വെച്ചിട്ട് 50,000 എമൗണ്ട് എൻ്റെ എന്ത് ചെയ്തു, വീണ്ടും ഇക്വിറ്റി ഷെയർസിലേക്ക് കയറി. അപ്പോൾ ബാക്കി അവിടെ എത്രയാണ്, 1,50,000 1,30,000 പ്ലസ് 50,000, അപ്പോൾ 1,45,000 ആയി. എനിക്ക് എത്രയാണ് കയറേണ്ടത്, 1,50,000 കയറുന്നുണ്ട്. അപ്പോൾ അവിടെ ബാക്കി ഒരു 5,000 എമൗണ്ടും കൂടെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ 5,000 എന്ത് ചെയ്താൽ മതി, എനിക്ക് ഫ്രീ റിസർവ്സിൽ നിന്ന് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനത്തെ കേസ്, അപ്പോൾ എത്രയാണോ നമുക്ക് ആ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് ആ എമൗണ്ട് മാത്രം അവിടെ ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഇവിടുത്തെ കേസിൽ ഫ്രഷ് ഇഷ്യൂ ഒന്നും മേഡപ്പ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ഫുള്ളി എമൗണ്ട് എത്രയാണോ നമ്മുടെ അടുത്ത് നിന്ന് ബൈബാക്ക് ചെയ്ത് പോയത് ആ എമൗണ്ട് ഫുള്ളായിട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ബൈബാക്ക് ചെയ്ത് എത്രയാണ്, 2 lakh ഷെയർസ് 10 ഈച്ച്. അത് നമ്മൾ ആദ്യം തന്നെ ഫുള്ളി പേഡപ്പ് ആക്കണം. ഫുള്ളി പേഡപ്പിൻ്റെ എന്ത് ചെയ്യണം, ജേണൽ എൻട്രീസ് പാസ് ചെയ്യണം. ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, പാർട്ട്ലി പേഡപ്പ് ചെയ്തിട്ട് ഫുള്ളി പേഡപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഡ്യൂ ആക്കണം. ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ ആയിരിക്കും. ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ ഡ്യൂ ആക്കി ഫൈനൽ കോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു എത്ര വെച്ചിട്ടാണ്, 2 ഷെയർസ് 2 പെർ എന്താണ് ഷെയർസിന് 2 വെച്ചിട്ട് ഫൈനൽ കോള് 2 lakh ഷെയർസിൻ്റെ 2 എത്ര വരും, 4 lakh.
ഇനി എന്താണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് ഇനി അതിൻ്റെ നരേഷൻ എഴുതണം. ബീങ് എന്താണ് ഫൈനൽ കോൾ ഓഫ് 2 per share. ഡ്യൂ ചെയ്തതാണ്, ഡ്യൂ ഓൺ 2 lakh ഇക്വിറ്റി ഷെയർസിന്. ഓക്കെ, ഇനി അതെന്ത് ചെയ്തു, പേഡപ്പ് ചെയ്തു. അപ്പോൾ വരുന്ന എൻട്രി ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു 4 lakh ടു ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ. Okay, being the final call money received. ഇനി അടുത്ത എന്താണ് ബൈബാക്കിൻ്റെ. ബൈബാക്ക് ചെയ്യുന്നത് എത്രയാണ്, 2 lakh ഷെയർസ് ആണ് ബൈബാക്ക് ചെയ്യുന്നത്. എത്ര വെച്ചിട്ട്, 10 വെച്ചിട്ട്. അവിടെ പ്രീമിയത്തിൻ്റെ കേസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഇത് ഡ്യൂ ആക്കണം. ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ആർക്കാണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക്. ടു ലാക്ക് ഷെയർസ് 10 വെച്ചിട്ട് 20 lakh. ഇതെന്താണ്, ഡ്യൂ ആക്കിയതാണ്. അപ്പോൾ ബീങ് ദ എമൗണ്ട് ഡ്യൂ ആർക്കുള്ളത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കുള്ളത്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം, ഡ്യൂ ആക്കിയത് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ബാങ്കിൽ നിന്ന് പൈസ പോകും, ആർക്കാണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്കിൽ നിന്ന് പൈസ പോയി. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എത്രയാണ്, 20 lakh. ഇനി being the payment made to shareholders. ഓക്കെ, നമ്മൾ ബൈബാക്ക് ചെയ്തു. ഇനി അടുത്തത് ഏതാണുള്ളത്, ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ എത്രയാണ് ക്യാപിറ്റൽ പോയത്, 20 lakh നമ്മൾ ബൈബാക്ക് ചെയ്തു. അപ്പോൾ 20 lakh എന്താണ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് കുറവ് വന്നു. അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യും, ഫ്രീ റിസർവ്സിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ജനറൽ റിസർവിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ 50 lakh ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ 20 lakh മതി. അപ്പോൾ 20 lakh നമ്മൾ എന്ത് ചെയ്യും, ജനറൽ റിസർവിൽ നിന്ന് എടുക്കുന്നത്. ജനറൽ റിസർവിൽ നിന്ന് 20 lakh ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക്. അതായത് ഇതെന്താണ്, നമ്മൾ നോമിനൽ വാല്യൂ ഷെയർസ് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാണ്. ട്രാൻസ്ഫർ ഓഫ് നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് ബ്രോഡ് ബാക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ക്വസ്റ്റ്യൻ ഉള്ളൂ. ഇനി അടുത്തത് നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ പ്രീമിയത്തിൻ്റെ കേസ് പറഞ്ഞു. ഫീസ് വാല്യൂവിൽ ബൈബാക്ക് ചെയ്യുന്നതുണ്ട്, പ്രീമിയത്തിൽ ബൈബാക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്കൗണ്ടിൽ ബൈബാക്ക് ചെയ്യുന്നുണ്ട്. പ്രീമിയത്തിലാണ് ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ, ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് ബിടെക് കോ ലിമിറ്റഡ് കൺസിസ്റ്റ് ഓഫ് 1 lakh equity shares of 10 each and 25,000 preference shares of 100 each, fully called up. Its securities premium account shows a balance of 40,000 and general reserve 7 lakh. സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ എത്രയുള്ളത്, 40,000ഉം ജനറൽ റിസർവിൽ 7 lakh. കമ്പനി എത്ര വെച്ചിട്ട് ബൈബാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ 20,000 ഷെയർസ് 12 ഈച്ചിന്. അപ്പോൾ എത്ര ഷെയർസ് ഉണ്ട്, 1 lakh ഷെയർസിൽ 20,000 ഷെയർസ് അവിടെ പോകും. എത്ര വെച്ചിട്ട്, 12 വെച്ചിട്ട്. അപ്പം ബൈബാക്കിൻ്റെ എമൗണ്ടാണ് 2 എന്ന് പറയുന്നത്, 10 ആണ് ഫീസ് വാല്യൂ. അപ്പോൾ 20,000 ഇൻറ്റു 10 2 lakh. ഓക്കെ, എമൗണ്ട് നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാൻ, ജേണൽ എൻട്രി എഴുതാം. ആദ്യം തന്നെ എന്താണ്, ഡ്യൂ ആക്കും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് ഡെബിറ്റിൽ വരും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു. ഇനി നമ്മൾ എന്താണ്, ഇവിടെ പ്രീമിയത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രീമിയം എത്ര വരും, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് വരും. ഇത് എത്ര എമൗണ്ട് വരുന്നത്,
അതായത് എത്ര ഷെയർസാണ് ബൈബാക്ക് ചെയ്യുന്നത്? 20,000 ഷെയർസാണ് ബൈബാക്ക് ചെയ്യുന്നത്. 20,000 ഷെയർസിൽ 10 റുപ്പിയാണ് ഫേസ് വാല്യൂ, അതാണ് ഷെയർ ക്യാപിറ്റലിൽ വരുന്നത്. ബാക്കി 20,000 2 എത്ര വരും? 40,000 എമൗണ്ട് പ്രീമിയം. ബാക്കി അത് ഇങ്ങോട്ടേക്ക് ഡ്യൂ ആക്കും ആദ്യം തന്നെ ഷെയർ ഹോൾഡേഴ്സിന്. $2,40,000. Okay, so being the amount due to shareholders. ഇനി അടുത്തത് എന്താണ്? ഈ എമൗണ്ട് ട്രാൻസ്ഫർ ആക്കും. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, ബാങ്കിൽ നിന്ന് പൈസ പോകും ടു ബാങ്ക് അക്കൗണ്ട്. 2,40,000. ഇനി അടുത്തത് ഇനി എന്താണ്? ഇനി ഇവിടെ നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് എത്രയാണ് കുറവ് വന്നത്? 2 ലാഖാണ് കുറവ്. നമ്മൾ ഒരിക്കലും പ്രീമിയത്തിൻ്റെ കേസ് നമ്മൾ എടുക്കത്തില്ല. എത്രയാണ് നമ്മുടെ ക്യാപിറ്റലിൽ കുറവ് വന്നത്? 2 ലാഖ് ക്യാപിറ്റൽ കുറവ് വന്നത്. ബാക്കി 2 എന്ന് പറയുന്നത് നമ്മൾ ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പ്രീമിയമാണ്. അപ്പം എത്രയാണോ ക്യാപിറ്റൽ കുറവ് വന്നാൽ 2 ലാഖ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് നമ്മൾ ഫ്രീ റിസർവ്സ് യൂസ് ചെയ്യും. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എത്രയാണ് സെക്യൂരിറ്റി. നമുക്ക് 2 ലാഖ് വേണം, പക്ഷേ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ എത്രയാണുള്ളത്? സെക്യൂരിറ്റീസ് പ്രീമിയം ഒരു ഫ്രീ റിസർവ്സ് ആണ് ബൈബാക്കിൻ്റെ കേസിൽ 40,000. റിസർവ് ജനറൽ റിസർവിൽ എത്രയാണ്? 7 ലാഖുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് 2 ലാഖ് വേണം. സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ ആകെ 40,000 ഉള്ളൂ. നമ്മൾ ആദ്യം തന്നെ എന്തെടുക്കും? ജനറൽ റിസർവിൽ നിന്ന് മുഴുവൻ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അല്ലെങ്കിൽ നമുക്ക് വേറെ എങ്ങനെയും ചെയ്യാം. സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്ന് 40,000 എടുത്തിട്ട് ബാക്കി 1,60,000 നമുക്ക് ജനറൽ റിസർവിൽ നിന്ന് എടുക്കാം. നമുക്കിവിടെ ജസ്റ്റ് ഒറ്റ വാക്കിൽ എഴുതാമല്ലോ. എക്സാമിനെല്ലാം ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് എത്ര ട്രാൻസ്ഫർ ചെയ്യും? 2 ലാഖ്. ഓക്കെ, ഇതാണ് പ്രീമിയത്തിൻ്റെ കേസ് വരുന്നത്. ജസ്റ്റ് ജേണൽ എൻട്രീസ് ഇത് മാത്രമാണുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് വരുന്നൊരു കേസുണ്ട്, നമുക്ക് നോക്കാം. ഡിസ്കൗണ്ട് വരുന്ന കേസിലും സെയിം തന്നെയാണ്. ജസ്റ്റ് അവിടെ എന്താ വ്യത്യാസം ഉള്ളതെന്ന് വെച്ചാൽ പ്രീമിയം വരുന്ന കേസിൽ നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം എഴുതുമെങ്കിൽ ഇവിടെ എന്താണ്? ക്യാപിറ്റൽ റിസർവിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. സോ ഇവിടെ ഷെയർ ക്യാപിറ്റൽ നമ്മൾ ടോട്ടൽ എമൗണ്ട് 2 ലാഖ് തന്നെ എടുക്കും. ഇവിടെ 8 ആണ് എന്ത് വന്നേക്കുന്നത്? 9 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബൈബാക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ 1 റുപ്പിയുടെ കുറവ് വരുന്നുണ്ട്. ഇപ്പോൾ എത്രയാണോ നമ്മൾ ഷെയർ ക്യാപിറ്റൽ, നമ്മുടെ ഫേസ് വാല്യൂ എത്രയാണോ അത് നമ്മൾ ഷെയർ ക്യാപിറ്റലിൽ ഡെബിറ്റ് ചെയ്യും. ബാക്കി നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് എത്ര വരും? 1,80,000. കാരണം 9 ആണ് നമ്മൾ കൊടുക്കുന്നുള്ളൂ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക്. അപ്പോൾ 9 ഇൻറ്റു എത്ര ഷെയർസ്? അവിടെ 1 ലാഖ് ഷെയർസ് അല്ല, ബൈബാക്ക് ചെയ്യുന്ന എത്ര? 20% ഷെയർസ്. 20,000 ഇൻറ്റു 9 എത്ര വരും? 1,80,000. നമുക്കത് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ ക്യാപിറ്റൽ റിസർവിൽ നിന്ന് ബാക്കി എടുത്തിട്ട് 20,000 അങ്ങനെ ചെയ്യും. ബാക്കി നമ്മൾ എന്തെല്ലാം സെയിം പോലെ തന്നെ. ഇനി ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് എത്ര ട്രാൻസ്ഫർ ചെയ്യും? നമ്മുടെ ഇവിടെ ഡിസ്കൗണ്ട് വന്നതിൻ്റെ കേസിലാണെങ്കിൽ പോലും നമ്മളിവിടെ എത്രയാണ് നമ്മുടെ ക്യാപിറ്റൽ കുറവ് വന്നത്? ഷെയർ ക്യാപിറ്റൽ എത്രയാണോ കുറവ് വന്നാൽ സെയിം എമൗണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ ഇപ്പോൾ 1,80,000 ആണ് കുറവ് വന്നുള്ളൂ. അത് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും എന്താണ് 1,80,000 ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്കല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത്. എത്രയാണോ നമ്മുടെ ഷെയർ ക്യാപിറ്റൽ കുറവ് വന്നത് അതാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ടെസ്റ്റിൻ്റെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സ്കാനറിലൊരു ക്വസ്റ്റ്യൻ ആണ്. 2017 ഡിസംബറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ആർ ലിമിറ്റഡ് വാണ്ട്സ് ടു ബൈ ബാക്ക് 1 ലാഖ് equity shares. 1 lakh equity shares of 10 each at a price of 20. Each on 1 for 2017. The buyback is allowed in its article of association and the company has obtained a necessary approval from the shareholders. ഇനി നമുക്ക് 1 lakh equity shares, അപ്പോൾ ടോട്ടൽ എത്ര വരും? 10 lakh എമൗണ്ട്. The company has sufficient bank balance to make the payment for buyback of shares. ബൈബാക്ക് വേണ്ടിയിട്ടുള്ള സഫിഷ്യൻറ്റ് ബാങ്ക് ബാലൻസ് ഉണ്ട്. പക്ഷേ എന്താ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വെരിഫൈ വെദർ ദ ബൈബാക്ക് പ്ലാൻ ഓഫ് ദ കമ്പനി മീറ്റ്സ് ദ കണ്ടീഷൻ സ്പെസിഫൈഡ് ബൈ ദ കമ്പനീസ് ആക്ട് 2013 ആസ് റിഗാർഡ്സ് ടു ദ മാക്സിമം എമൗണ്ട് ഓഫ് ബൈബാക്ക്. അതായത് നമുക്ക് ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണ് പെർമിസിബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് എന്ത് ചെയ്യണം?
ഇപ്പോൾ ടെസ്റ്റ് വെച്ചിട്ട് കണ്ടുപിടിക്കണം എത്ര നമ്മളിപ്പോൾ ഇവിടെ 1 lakh ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 1 lakh ഇക്വിറ്റി ഷെയർസ് പെർമിസിബിൾ ആണോ എന്നുള്ളത് ആദ്യം നോക്കണം. അത് കഴിഞ്ഞിട്ട് എത്രയാണോ പെർമിസിബിൾ ആയിട്ടുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ജേർണൽ എൻട്രീസ് പാസ്സാക്കി നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം, എത്ര പെർമിസിബിൾ ആണെന്നുള്ളത് ആദ്യം നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ടെസ്റ്റ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് നോക്കണം. ഫസ്റ്റ് ടെസ്റ്റ് ഏതാണ്? ഷെയർ ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റ്. ഷെയർ ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റിൽ നമ്മുടെ എത്രയാണോ ഷെയർസ് അതിൻ്റെ 25%. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 50 lakh. നമ്മൾ അതിൻ്റെ ഷെയർസ് വെച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ 50 lakh 10 ഈച്ച് വെച്ചിട്ടാകുമ്പോൾ എത്ര ഷെയർസ് വരും? 5 lakh ഷെയർസ്. 5 lakh ഷെയർസിൻ്റെ 25% നമുക്ക് ബൈബാക്ക് ചെയ്യാം. 5 lakhൻ്റെ 25% എത്ര വരും? 1,25,000 ഷെയർസ് ബൈബാക്ക് ചെയ്യാം. ഇനി അടുത്തത് റിസോഴ്സ് ടെസ്റ്റ് നോക്കാം. റിസോഴ്സ് ടെസ്റ്റ് വെച്ച് എത്ര ബൈബാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. റിസോഴ്സ് ടെസ്റ്റ് എങ്ങനെയാണ്? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സ് ഡിവൈഡഡ് ബൈ ഓക്കെ ഇതിൻ്റെ 25%. ഇനി അതിൻ്റെ ഇത് 25% ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? നമ്മൾ ബൈബാക്കിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര ഇത് എമൗണ്ട് യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഇത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഷെയർസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എത്ര ഷെയർസ് ഒക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതിനെ ബൈബാക്ക് പ്രൈസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഷെയർസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഫേസ് വാല്യൂ കൊണ്ടല്ല ബൈബാക്ക് പ്രൈസും കൊണ്ട്. ഓക്കെ, ഇനി അടുത്ത ടെസ്റ്റ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണ്? നമ്മുടെ 50 lakh ആണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എമൗണ്ടാണ് കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ ഷെയർസ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിവിടെ ബൈബാക്ക് പ്രൈസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എമൗണ്ട് വെച്ചിട്ട് എടുക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ഡിവൈഡ് ബൈ ബൈബാക്ക് പ്രൈസ് ചെയ്യുന്നത്. കാരണം ഫ്രീ റിസർവ്സ് ഒക്കെ എമൗണ്ട് വെച്ചിട്ടാണല്ലോ. ഷെയർസ് മാത്രമാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മാത്രമേ നമുക്ക് ഷെയർസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാം എമൗണ്ടാണ്. ഇനി ഇവിടെ നമുക്ക് ഫ്രീ റിസർവ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കണം. ഇവിടെ തരുന്നിരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് റിവാലുവേഷൻ റിസർവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഒരിക്കലും ബൈബാക്കിലെല്ലാം ഫ്രീ റിസർവ്സ് അല്ല. നമ്മുടെ ജനറൽ റിസർവ് ഫ്രീ റിസർവ്സ് ആണ്. ഡിവിഡൻഡ് ഇക്വലൈസേഷൻ റിസർവ് എന്താണ്? ഫ്രീ റിസർവ്സ് ആണ്. ബാലൻസ് ഓഫ് P&L അക്കൗണ്ടും അതും ഫ്രീ റിസർവ്സ് ആണ്. ബാക്കി പിന്നെ എന്താണ്? ഡിബഞ്ചേഴ്സ്, അത് ലയബിലിറ്റി ആണ്. ബാങ്ക് ലോൺ ലയബിലിറ്റി ആണ്. കറണ്ട് ലയബിലിറ്റീസ് അതും ലയബിലിറ്റിയാണ്. ബാക്കി ഇത് മൂന്നും ഫ്രീ റിസർവ്സ് ആണ്. ഇത് നമ്മുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലാണ്. അപ്പോൾ നമ്മളത് ടോട്ടൽ എത്രയാണ്? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 50 lakh പ്ലസ് 60 lakh ജനറൽ റിസർവ് പ്ലസ് 10 lakh ഡിവിഡൻഡ് ഇക്വലൈസേഷൻ റിസർവ്. പിന്നെ ഇതാണ് ബാലൻസ് ഓഫ് P&Lൻ്റെ 5 lakh. അതിൻ്റെ 25% ഡിവൈഡ് ബൈ ബൈബാക്ക് പ്രൈസ് എത്രയാണെന്ന് പറഞ്ഞത്? ഇവിടെ ബൈബാക്ക് ചെയ്യുന്നത് എത്രയാണെന്ന് പറഞ്ഞത്? ഇക്വിറ്റി ഷെയർസ് 10 ഈച്ച് അറ്റ് പ്രൈസ് ഓഫ് 20ക്കാണ് ബൈബാക്ക് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഫേസ് വാല്യൂ ആണ് 10 തന്നേക്കുന്നത്. അപ്പോൾ 20ക്ക് ബൈബാക്ക് ചെയ്യുമ്പോൾ ഡിവൈഡ് ബൈ 20. അപ്പോൾ എത്ര കിട്ടും? 50 lakh പ്ലസ് 60 lakh പ്ലസ് 15 lakh. ഇതിൻ്റെ 25% ഡിവൈഡഡ് ബൈ 20 എത്ര കിട്ടും? 1,56,250. ഇത്രയും ബൈബാക്ക് ചെയ്യാം. ഇനി നമുക്കൊരു ടെസ്റ്റും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതെങ്ങനെയാണെന്നുള്ളത് അതിൽ തന്നെ നമ്മൾ ലെറ്റ് എക്സ് നമ്പർ ഓഫ് ഷെയർസ് ബൈബാക്ക് ചെയ്യുന്നതായിട്ട് എക്സ് എടുക്കുകയാണ്. ഇനി വൈ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ആയിട്ട് എടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡെപ്റ്റ് എത്രയാണോ അത് ഡിവൈഡ് ബൈ 2. ഒരിക്കലും 2-നേലും മുകളിലാവാൻ പാടില്ല. അപ്പോൾ അതിന് ഇപ്പോൾ ഇത് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എത്രയാണോ ഇവിടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ അത് ഇവിടുത്തെ ടോട്ടൽ എമൗണ്ട്, ഇവിടെ മാക്സിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണോ അത് മൈനസ് ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ 2 മൈനസ് വൈ. ഇതാണ് നമ്മുടെ അതിൻ്റെ ഇക്വേഷൻ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. മാക്സിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ജസ്റ്റ് വെറും പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ അല്ല, ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പോൾ അതായത് ഈ ടോട്ടൽ എമൗണ്ട് ആണ് നമ്മുടെ മാക്സിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 1,25,00,000. 1,25,00,000. ഇനി ഡെപ്റ്റ് എത്രയാണെന്നുള്ളത്. ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഏതൊക്കെ വന്നിട്ടുണ്ട്? 75 lakh ഡിബഞ്ചേഴ്സ് വന്നിട്ടുണ്ട്, നമ്മുടെ ഡെപ്റ്റാണ്. ബാങ്ക് ലോൺ വന്നിട്ടുണ്ട്, ദെൻ കറണ്ട് ലയബിലിറ്റി. സോ അത്രയും എമൗണ്ട് അതെല്ലാം നമ്മുടെ ഡെപ്റ്റാണ്. ഡെപ്റ്റ് എന്തൊക്കെ തന്നിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ ഡെപ്റ്റാണ്. അപ്പോൾ ആ ഡെപ്റ്റ് എല്ലാം 75 lakh, 40 lakh ബാങ്ക് ലോൺ ഉണ്ട്,
പിന്നെ 66 ലാക്ക് കറണ്ട് ലയബിലിറ്റീസ് ഡിവൈഡഡ് ബൈ 2 മൈനസ് 5. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? എക്സ് ഈക്വൽ ടു 1,25 lakh. ഇനി 75 lakh പ്ലസ് 45 lakh 40 lakh പ്ലസ് 66 lakh ഡിവൈഡഡ് ബൈ 2. One crore 25 lakh minus 90 lakh 50,000 minus y നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു 34 lakh 50,000 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് എക്സിൻ്റെ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത് തന്നെ y എന്ന് പറയുന്നത് എത്രയാണോ നമ്മുടെ ഷെയർസ് ബൈബാക്ക് ചെയ്തത്, അത് നമുക്ക് തന്നിട്ടില്ല, നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, അത് എക്സ് ആയിട്ട് എടുത്തു. ഡിവൈഡഡ് ബൈ നമ്മുടെ ബൈബാക്ക് പ്രൈസ് എത്രയാണോ അത് ഇൻറ്റു ഫേസ് വാല്യൂ എന്ന് പറയുന്നതാണ് നമ്മുടെ y എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് y എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് എക്സ് അറിഞ്ഞുകൂടാ. എത്രയാണ്? ബൈബാക്ക് 20, ഫേസ് വാല്യൂ 10. ഇത് വെച്ചിട്ട് y ഈക്വൽ ടു എക്സ് ബൈ 2. എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? 2y എന്ന് എഴുതാം. ഓക്കെ, ഈ 2y നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിന് പകരം 2y എന്നാകുമ്പോൾ നമ്മൾ ടോട്ടൽ ഇതെന്തായിട്ട് മാറും? ഇക്വേഷൻ y ആയിട്ട് മാറും. അപ്പം അത് വെച്ച് നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പം എക്സിൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? 2y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 2y ഈക്വൽ ടു 34 lakh 50,000 മൈനസ് y പുറേക്ക് വരുമ്പോൾ 3y ആവും പ്ലസ് y ആവും. അപ്പോൾ 34 lakh 50,000 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂ കിട്ടും 1,50,000. അതായത് വൈയുടെ വാല്യൂ ആണ് 1,50,000 എന്ന് പറയുന്നത്. വൈ എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുത്തത്? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ആയിട്ട് എടുത്തത്. ഇനി ക്യാപിറ്റൽ റിഡംഷൻ റിസർവിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ബൈബാക്ക് എത്ര ഷെയർസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ആ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 1,25 lakh ഈ ഇക്വേഷനിലേക്ക് നമുക്ക് എന്ത് കിട്ടും? 34 lakh 50,000 മൈനസ് y എന്ന് പറയുന്നത് 1,50,000 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 23 lakh. 34 lakh 50,000 minus 1,50,000. ഇത് 1 lakh അല്ല, 11,50,000 വരുന്നു. ഓക്കെ, ഇപ്പോൾ 23 lakh നമുക്ക് കിട്ടി. 23 lakh എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഷെയർസ് ബ്രോഡ് ബാക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് എമൗണ്ട് ആണ്, ഒരിക്കലും നമ്മുടെ ഷെയർസ് അല്ല. ഇപ്പോൾ നമ്മൾ റിസോഴ്സ് ടെസ്റ്റിലാണെങ്കിലും ഷെയർ ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റിൽ മാത്രം നമ്മൾ ഷെയർസ് എടുത്തിട്ട് അതിൻ്റെ 25% കൊണ്ടു. റിസോഴ്സ് ടെസ്റ്റിൽ എന്ത് തന്നെയാണ് നമുക്ക് കിട്ടിയത്? നമ്മുടെ ടോട്ടൽ എമൗണ്ട് ആണ് നമുക്ക് കിട്ടിയത്. ഇവിടെ നമ്മൾ എത്ര എമൗണ്ട് യൂസ് ചെയ്യാം, അതിൻ്റെ ഷെയർസ് കിട്ടിയത് എപ്പോഴാണ്? നമ്മൾ ബൈബാക്ക് പ്രൈസും കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ഷെയർസ് കിട്ടിയത്. അപ്പോൾ അതേ സെയിം പോലെ തന്നെ നമുക്ക് ഇവിടെ ഷെയർസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ബൈബാക്കിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ടാണ്. അതിന് ഷെയർസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബൈബാക്ക് പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ബൈബാക്ക് പ്രൈസ് എത്രയാണ്? 23 lakh ഡിവൈഡഡ് ബൈ 2 അല്ല 20 എത്ര വരും? 1,50,000 ആണ് നമുക്ക് ഷെയർസ് ബൈബാക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് എത്ര ഷെയർസ് ടോട്ടൽ ബൈബാക്ക് ചെയ്യാൻ പെർമിസിബിൾ ആണ്? ഇവിടെ തന്നിരിക്കുന്നത് വെച്ച് ഫസ്റ്റിൽ 1,25,000 എത്ര പേർക്ക് ബൈബാക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്? 1 lakh ആണ് ബൈബാക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നവർ. 1,25,000 1,56,250 ഏറ്റവും കുറവ് വന്നത് എവിടെ? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ട് ഇതാണ് കുറവ് വന്നത്. അപ്പോൾ 1,50,000 നമുക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ എത്ര അവർക്ക് ബൈബാക്ക് ചെയ്താൽ മതി? 1 lakh ബൈബാക്ക് ചെയ്താൽ മതി. ഓക്കെ, ബൈബാക്ക് നമ്മൾ
എത്ര ചെയ്ത് 1 lakh ബൈബാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പെർമിസിബിൾ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് എഴുതുന്ന സമയത്ത് നമ്മൾ എത്ര ബൈബാക്ക് ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ നമ്മൾ പെർമിസിബിൾ ബൈബാക്ക് ഫസ്റ്റ് ടെസ്റ്റിൽ നമുക്ക് എത്ര എമൗണ്ട് കിട്ടി നോക്കാം. ഷെയർ ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റിൽ 1,25,000 ഷെയർസ് ബൈബാക്ക് ചെയ്യാം. സെക്കൻഡ് ടെസ്റ്റിൽ റിസോഴ്സ് ടെസ്റ്റിൽ 1,56,250. ഇനി അടുത്തത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റിൽ 1,50,000 ഷെയർസ്. നമുക്ക് 1,50,000 ഷെയർസ് മാക്സിമം ബൈബാക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് എത്ര ബൈബാക്ക് ചെയ്താൽ മതി? ആക്ച്വൽ ബൈബാക്ക് അവർ എത്രയാണ് പറഞ്ഞേക്കുന്നത്? 1 lakh. ഓക്കെ, ഇങ്ങനെ വേണം എക്സാമിന് എഴുതാനായിട്ട്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണം? ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ജേർണൽ എൻട്രി ഇതാണ്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യണം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു എത്രയാണ്? 1 lakh ഷെയർസ്. അതിൽ 20 ആണ് ബൈബാക്ക് പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ അതിൽ ഫീസ് വാല്യൂ എത്രയാണ് വന്നിട്ടുള്ളൂ? 10. അപ്പോൾ 10 lakh. ഇനി അപ്പോൾ എന്താണ് 20 ബൈബാക്ക് വരുന്ന സമയത്ത് ബാക്കി 10 എന്താണ്? പ്രീമിയം ആണ്. അപ്പോൾ പ്രീമിയം സെക്യൂരിറ്റീസ് പ്രീമിയം വരും. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് 10 lakh വരും. ഇനി അത് കഴിഞ്ഞിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ഡ്യൂ ആക്കണം. എത്ര? 20 lakh. being the amount due to $1 lakh shares. ഓക്കെ, അടുത്തത് എന്താണ്? ഇനി നമുക്കിത് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ആവും. എത്ര വെച്ചിട്ട്? 20 lakh വെച്ചിട്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതായത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ക്യാപിറ്റൽ റിസർവിൽ എത്ര കുറവ് വന്നു? ക്യാപിറ്റൽ റിഡംഷൻ റിസർവിൽ എത്ര കുറവ് വന്നു? ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 10 lakh. അപ്പോൾ ആ സെയിം എമൗണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ബാക്കി 10 എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീ റിസർവ് ഇതെന്ത് പ്രീമിയം ആണ്. അപ്പോൾ ആ ബാക്കി 10 lakh എത്രയാണ് ഷെയർ ക്യാപിറ്റലിൽ നിന്ന് കുറവ് വന്നത് അത്രയും നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് റിസർവ് എടുക്കാൻ പറ്റുന്നതെന്ന് ആദ്യം നോക്കണം. ഇവിടെ നോക്കുമ്പോൾ 10 lakh ആണല്ലോ. അപ്പോൾ ആദ്യം ഏതാ നമുക്ക് എടുക്കാവുന്നത്? ഈ 3 ഫ്രീ റിസർവ്സ് ആണ്. ഫ്രീ റിസർവ്സിൽ നിന്ന് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്ക് 60 lakh, 10 lakh, 5 lakh ഏതെന്ന് എടുക്കാം? ജനറൽ റിസർവിൽ നിന്ന് വേണമെങ്കിൽ എടുക്കാം. 60 lakh ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് 10 lakh നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ഇതാ ജനറൽ റിസർവ്. ജനറൽ റിസർവ് അക്കൗണ്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് 10 lakh. ഓക്കെ, ഓക്കെ, ഇത്രയാണ് എന്തുള്ളൂ? ബൈബാക്ക് ഉള്ളൂ. നമ്മൾ ടെസ്റ്റ് വെച്ച് കണ്ടുപിടിക്കുന്ന സമയത്ത് എത്രയാണ് പെർമിസിബിൾ ആയിട്ടുള്ളത്? ഇപ്പോൾ ഇവിടെ കേസിൽ 1 lakh എനിക്ക് എന്ത് ചെയ്യണമായിരുന്നു? 1 lakh ഷെയർസിന് പകരം എനിക്കൊരു 1,50,000 ഷെയർസ് ബൈബാക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ 1,50,000 ഷെയർസിൽ നമ്മൾ 3 ടെസ്റ്റ് ചെയ്ത സമയത്തും എത്രയായിരുന്നു പെർമിസിബിൾ ആയിട്ടുള്ളത്? 1,50,000 ഷെയർസ് ആയിരുന്നു പെർമിസിബിൾ ആയിട്ടുള്ളത്. പക്ഷേ എനിക്ക് വേണ്ടത് 1,50,000 ഷെയർസ് ആയിരുന്നു. അപ്പോൾ എത്രയാണ് എനിക്ക് മാക്സിമം പെർമിസിബിൾ ആയിട്ടുള്ളത് ബൈബാക്ക്? 1,15,000.
അപ്പോൾ ആ എമൗണ്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജേണൽ എൻട്രി ഫില്ലാക്കണം. ഓക്കെ, ബൈബാക്ക് എന്ന് പറയുന്നത് ഇത്രയാണുള്ളൂ. ഇനി അടുത്തത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്താണെന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിബെഞ്ചേഴ്സ്, പിന്നെ അണ്ടർ റൈറ്റിംഗ്. സോ അതോടുകൂടി മൊഡ്യൂൾ കഴിയും. അതിന് പിന്നെ P&L, ബാലൻസ് ഷീറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അടുത്ത മൊഡ്യൂളിൽ. ഓക്കെ.